Good morning. Welcome back to my channel. തളക്കുന്നത് ഗൈസ്. അപ്പോൾ ഇന്നല്ല, ഇന്നലെ വിചാരിച്ചൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് കോളേജുണ്ട്. സത്യമായി ഞാൻ ഈ നേരത്തെ എണീക്കലില്ല. ഞാനൊരു 6:40 ആ സംതിങ് ആ ടൈം ആകുമ്പോഴാണ് ഞാൻ എണീക്കുക. ഇന്ന് ഞാൻ എണീച്ച് ഇന്നും 6:30 അലാറം അടിക്കും. അപ്പം ഇന്ന് അഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുക്കണ്ടല്ലേ എണീച്ചതാണ്. അയ്യോ, മടിച്ചിട്ടൊന്നും കോളേജിൽ പോകാൻ തോന്നില്ല. ഇതാണ് രാവിലെ എനിക്ക് പോകണ്ട തോന്നുന്നത് ഗൈസ്. ഓക്കെ, അപ്പം ഇന്ന് നമ്മളെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ്. ഓക്കെ, അല്ല ഡേ ഇൻ ലൈഫ് എന്നൊക്കെ പറയാം. പിന്നെ മുൻകൂട്ടി ഒരു കാര്യം പറയാണ്, ഈ വീഡിയോയിൽ എന്തൊക്കെ ഉണ്ടാവും, വീഡിയോസ് എടുക്കാൻ ചിലപ്പോൾ ഞാൻ മറന്നുപോകും. ഇതൊക്കെ മുൻകൂട്ടി പറയാം, കാരണം എടുക്കലില്ലല്ലോ. അപ്പോൾ ആകാശമായിട്ട് എനിക്ക് ഗൈസ് നമുക്ക് പല്ലേക്കാം. ഞാൻ ഫോൺ എങ്ങനെയോ വെച്ചാട്ടോ. എനിക്ക് എങ്ങനെയാ വീഡിയോ എടുക്കേണ്ടതൊന്നും എനിക്കറിയില്ല, കാരണം വീഡിയോസ് ഒന്നും ഇതുവരെ ഞാൻ ഇങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. എല്ലാവരും ക്ഷമിക്കാം ഗൈസ്. ഞാൻ എണീച്ചിട്ടാണ് അമ്മേനെ കൊണ്ടുപോയി എണീപ്പിക്കല്. ഗൈസ്, ഇതാണ് ഈ ഫേസ് വാഷ് മാത്രമേ യൂസ് ചെയ്യലുള്ളൂ. നമ്മൾ കുളിക്കും നനയ്ക്കില്ലാത്തതിനെ കൊണ്ട് ഇത് മാത്രം. ഗൈസ്, ഇപ്പം മടി കൂടി. ഞാൻ എണീച്ച് വന്നാൽ ഒരു 2 മിനിറ്റ് ഓർ 5 മിനിറ്റ് ഞാൻ അമ്മേൻ്റെ അടുത്ത് പോയിട്ട് കിടക്കും. പക്ഷെ ഇന്ന് ഞാൻ കിടന്നില്ല. ഞാൻ നേരെ പല്ലേക്കാൻ പോയി. അമ്മേനെ പോയിട്ട് നോക്കാം. എണീച്ചിട്ടുണ്ടാവുക ഡാമിനും ഷുവറാണ്. ഞാൻ പോയി എണീപ്പിക്കണം കുട്ടിയെ. ഞാൻ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നുണ്ട്. ക്ലാസ് പോണ്ട പറ്റി ആ കോളേജിൽ എടുക്കും. അമ്മേനെ പോയി കുറച്ചു നേരം ഒരു 2 മിനിറ്റ് ഉറപ്പിച്ചു. നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാം. പോകണ്ടേ? ഇപ്പം തന്നെ സമയം. എനിക്ക് 8:05 8:10 ബസ്. അതിലേതേ ഒന്ന് കിട്ടണമെങ്കിൽ ഇപ്പം മാറ്റണം. ഇപ്പം പോയി മാറ്റട്ടെ എന്നുള്ളൊരു ഇതിലെ കോളേജ് വ്ലോഗ് ഞാൻ എടുക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി. ടുഡേ കോളേജിനെ കുറിച്ചിട്ട് നമ്മൾ പോസിറ്റീവ് മാത്രമേ പറയൂ. ഒരു കഥ പറഞ്ഞ് മാറ്റാനൊന്നും ഇവിടെ ഇപ്പോൾ സമയമില്ല. അപ്പം ഞാൻ പാത്രം എടുത്ത് ചിക്കുന്ന മാറ്റാൻ പോകും. ഡ്രസ്സ് മാറ്റട്ടെ. ഡ്രസ്സ് മാറ്റി മുഖം ഉഗ്രനാക്കട്ടെ. ഹലോ ഗൈസ്, അപ്പം പൊതുവേ ഞാൻ കോളേജിൻ്റെ വ്ളോഗൊന്നും എടുക്കലില്ല. എപ്പോഴേലൊക്കെ ഒരു ഷോർട്സ് ഇട്ടാലായി. അപ്പോൾ ഞാൻ ഒരു കോളേജിൻ്റെ വ്ളോഗും ഞാൻ എടുത്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് കോളേജിൻ്റെത്. അപ്പോൾ കോളേജിൽ നിന്ന് ഞാൻ വീഡിയോ എടുക്കുമെന്ന് എനിക്ക് ഓർമ്മയില്ല. ഓർമ്മ ഉണ്ടായാൽ മതിയായിരുന്നു, പക്ഷെ ഞാൻ എടുക്കും. അപ്പം ഇപ്പം തന്നെ ഞാൻ ഓക്കെ. അപ്പം ഇതാണ് യൂണിഫോം കേട്ടോ. എനിക്കാണെങ്കിൽ 8:05 8:10 ബസ്സുണ്ട്. അപ്പോൾ ആ ഏതൊരു ബസ് എനിക്ക് കിട്ടണം, എന്നാലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക്
അസൈൻമെന്റ് കുറെ 3 എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കൊണ്ടുപോകണം. കാരണം കോളേജിൽ പോയിട്ട് ഒരാഴ്ചയായിട്ടോ. കോളേജിൽ പോയിട്ട് ഒരാഴ്ചയായി ഞാൻ. കാരണം കളക്ടറിൻ്റെ ഒരു കാരുണ്യം കൊണ്ടും അല്ലാത്തൊരു ഇതുകൊണ്ടും ഒരാഴ്ചയായി ഞാൻ കോളേജിൽ പോയിട്ട്. നമ്മൾ അസൈൻമെന്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് എടുത്തു വെക്കണം. അപ്പം വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ബാഗിൽ. എനിക്കൊന്നും മറവി ഉണ്ടാവാതെ മതിയായിരുന്നു. നമ്മുടെ കുട്ടി ബാഗിൽ ഒന്നും വെക്കാൻ പറ്റും. എയർപോർട്ട് വെക്കാം. മുടി വെട്ടിട്ടില്ല. മുടി കെട്ടിട്ടില്ല, മുടി കെട്ടണം. ഒരാഗ്രഹമേ ഉള്ളൂ, മഴ പെയ്യരുതെന്ന്. മഴ പെയ്താൽ കുടുങ്ങും. ഓക്കെ, നമുക്കിപ്പോൾ ചായ കുടിക്കാം. എന്തായാലും ആരോ നോക്കാം. അമ്മമ്മേനെ അടുത്ത് പോകാം. ചായ കറി അടുത്തായിട്ടുള്ളൂ. ചായ ലാഗാണ്. ഞാൻ നേരത്തെയാ. അമ്മമ്മ ഞങ്ങളെ ബാക്ക് സൈഡ് മൊത്തം കാട് പിടിച്ച് കിടക്കുക. ഇത് എത്ര വെട്ടി സെറ്റപ്പ് ആക്കിയാലും ഇങ്ങനെ വരും. ബിക്കോസ് മഴക്കാലമായോണ്ടാണ് തോന്നുന്നു. ഞാൻ എത്രയായാലും മുടി കോളേജിലേക്ക് അയച്ചിട്ട് പോവല്ല. പക്ഷെ എനിക്ക് അയച്ചിട്ട് പോവാൻ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ കോളേജിലേക്ക് മുടി അയച്ചിട്ട് പോവലില്ല. കാരണം എന്താ എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. എന്താ ഞാൻ പോവാത്തതിന് ലോജിക്കില്ല. മുടി കെട്ടും എന്തായാലും ഞാൻ പോകുന്നതിൻ്റെ മുന്നേ. ഇപ്പം നമുക്കിങ്ങനെ വീട്ടെടുക്കാം. വിശക്കുന്നു. ഗൈസ്, ഞാൻ മുടി കെട്ടി. പൊതുവേ ഞാൻ അങ്ങനെയാ മുടി കെട്ടല് കോളേജിലേക്ക്. ചായ ആവുന്ന വരെ നമുക്ക് സോക്സ് ഇടാം. ഞാൻ എന്താ അറിയോ ചെരുപ്പിൻ്റെ കൂടെ സോക്സ് ഇടുന്നത്? എല്ലാവരും എന്നെ ചിലവർ കളിയാക്കും കോളേജിൽ നിന്ന്. അയ്യേ, ചെരുപ്പിൻ്റെ കൂടെ എന്തിനാ സോക്സ് ഇടുന്നത്? ചെരുപ്പിൻ്റെ കൂടെ ഞാൻ സോക്സ് ഇടാൻ ഇഷ്ടമുണ്ടായിട്ടില്ല. എനിക്ക് എൻ്റെ കാല് മുറിയ. അപ്പോൾ ചെരുപ്പിൻ്റെ കൂടെയും ഷൂവിൻ്റെ കൂടെയും ഞാൻ സോക്സ് ഇടും. ബിക്കോസ് എൻ്റെ കാല് മുറിഞ്ഞു പോവാ. എന്താ അറിയില്ല. നമ്മൾ സോക്സ് ഇടാം. കുഴപ്പമൊന്നുമില്ല. സോക്സ് ഇടുമ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. സോക്സ് ഇടുന്നതല്ല നല്ലത്. ഗൈസ്, എൻ്റെ അമ്മ അറിഞ്ഞില്ല ഞാൻ ഇന്നലെ ഒരു കുസൃതി കാട്ടി. മുന്നിൽ മുടി മുറിച്ചാൽ അങ്ങോട്ട് കണ്ടോ. ഇതിൻ്റെ അമ്മയ്ക്ക് കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കി വെച്ചേക്കും. മുടി തൊടരുത് എന്നാണ് എന്നോട് പറഞ്ഞത്, വെട്ടരുത് എന്ന്. നമ്മൾ ചെയ്യരുത് പറഞ്ഞ കാര്യം ചെയ്യല്ലോ. ക്വൈറ്റ് നാച്ചുറൽ. യോഗി വിശക്കുന്ന എന്താ ചെയ്യാ? ഞാൻ ഇങ്ങനെ തന്നെ പിടിക്കുന്നുണ്ട്. അറിയോ, ഇവിടെ വെയിലുണ്ട്. അപ്പം നല്ല രസം തോന്നാം. ഗൈസ്, എനിക്ക് എക്സ്റ്റൻഷൻ പറ്റും. എനിക്ക് കൺപീരി വെക്കണം. എനിക്ക് ആഗ്രഹമുണ്ട് വെക്കാൻ. രസമുണ്ടെങ്കിലോ. ഓക്കെ ഗൈസ്, നമുക്ക് ചായ കുടിക്കാം. എനിക്ക് നല്ല വിശപ്പ്. അത് കുടിക്കാം. ഞാൻ 5 കിലോ കഴിക്കും. അതിനെക്കാട്ടും കൂടുതൽ കഴിക്കാം. കാരണം എനിക്ക് ഇഡ്ഡലി സാമ്പാർ
ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ ഗൈസ്, ഞാൻ ചായ കുടിക്കട്ടെ. സമയം അതിക്രമിച്ചിരിക്കുന്നു. ഗൈസ് 8 മണിക്ക് അമ്മ ഇറങ്ങി വരും. എനിക്ക് 8:10 ബസ്. ഇപ്പൊ തന്നെ സമയം നോക്കുക 8:05. അമ്മനെ മാറ്റലും എന്നെക്കാട്ടും മാറ്റും. ഞാൻ എന്നാലും നേരത്തെ നീക്കാൻ പറഞ്ഞ അമ്മ നേരത്തെ നീക്കൂല. ബാഡ് ഗേൾ, ബാഡ് ഗേൾ. അമ്മ മുഖം കാട്ടാൻ സാധനം കാണിച്ചു തരണേ. എന്നൊരു സാധനം കാണിച്ചിട്ട് ഇല്ല. ഇപ്പൊ മനസ്സിലായില്ലേ ആരാ ലേറ്റ് ആവുന്നേന്ന്? മുകളിലോട്ട് നടക്കാം, ഇല്ലെങ്കിൽ അമ്മ കേട്ടില്ല. ഗൈസ് ഇപ്പൊ ഇവിടെ നിന്നൊക്കെ വ്ലോഗ് എടുക്കുന്നുണ്ട്. കോളേജിൽ എത്തിയും ഭയങ്കര എനിക്ക് മറവി ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ നടക്കല്ലേ. എനിക്ക് സോഷ്യൽ ആൻസൈറ്റി ഇല്ലാത്തതിനെ കൊണ്ട് നമ്മൾ മോറെന്നൊക്കെ പറയും. മുകളിൽ കയറി നിൽക്കുന്നത് എല്ലാരും എന്നെ നോക്കുന്നല്ലോ. മുകളിൽ കയറി നിൽക്കുന്നത് അമ്മ ഇവിടുന്ന് കയറ്റുള്ളൂ. അമ്മ വരെ ചിരിച്ച് വരിക ലേറ്റ് ആയിട്ട്. മുകളിൽ കാണില്ല, ഇത് പൊന്തിക്കുന്നു. അമ്മയ്ക്ക് ഒരു പ്രശ്നം പറയുന്നുണ്ട്. എന്റെ മുഖം എടുത്തിട്ടാ മതി, അമ്മേന്റെ മുഖം എടുത്തിടണ്ടാന്ന്. ഞാൻ അമ്മേന്റെ മുഖം ഇടും. ബൈ ബൈ. ഇനി ബസ് കിട്ടണം. ബസ് പറഞ്ഞാൽ എങ്ങനത്തെ ബസ്സാ നിങ്ങൾ വിചാരിക്കുമ്പോ? നിക്കാൻ സ്ഥലം ഉണ്ടാവൂല. വീഡിയോ പോയിട്ട് എന്റെ ഫോൺ എടുക്കാൻ പോലും പറ്റില്ല ബസ്സില്. ഇനി എനിക്ക് ഇവിടെ പോയിട്ട് 2 ബസ് കയറണം. പക്ഷെ എന്റെ ഗേൾ ഫ്രണ്ട് തന്നെ എവിടുന്ന് കൂട്ടും? രാമനാട്ടരേന്ന് കൂട്ടും. അപ്പൊ നമുക്ക് ബസ് കയറിയാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പോലും പറ്റില്ല, ഫോൺ എടുക്കാൻ പോലും പറ്റില്ല. അപ്പൊ ശരി എന്നാ ഗൈസ്, എനിക്ക് ബസ്സിൽ ഇരിക്കാൻ പോലും സ്ഥലം കിട്ടില്ല. നിന്ന് രാമനാട്ടർ എത്തിയിട്ട് സീറ്റ് കിട്ടി. അപ്പൊക്ക് ഇറങ്ങാനുമായി. ഗൈസ് എന്റെ ഗേൾ ഫ്രണ്ട് കാത്തുക്കുണ്ട് അവിടെ. നമ്മൾ രാമനാട്ടർ എത്തിയ ഇതാണ് ഞങ്ങളുടെ കോളേജിലേക്കുള്ള വഴി. കോളേജ് എത്തി ഗൈസ്. പക്ഷെ കോളേജിൽ ആരും എത്തിയില്ല. ഞങ്ങൾ പിന്നെ കോളേജിൽ ലേറ്റ് ആവാറില്ല എപ്പോഴും. ഫസ്റ്റ് പുറത്തുനിന്ന് കോളേജ് കാണിച്ചു ഗേറ്റ് പോലും തുറന്നിട്ടില്ല ഫുള്ള്. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ്. ഐശ്വര്യന്റെ ബോയ് ഫ്രണ്ട് ഒന്നല്ല. ഗൈസ് ഈ ഇരുട്ടിലേക്ക് പോയിട്ടാണ് ഞങ്ങളുടെ ക്ലാസ് റൂം. പക്ഷെ ഞങ്ങളുടെ ക്ലാസ് റൂം ഒരു വെളിച്ചമാണ്. കണ്ടോ, ഫസ്റ്റ് എത്തും നമ്മൾ. ഞങ്ങള് കുറച്ച് ഗുഡ് ഗേൾസ് ആണ്. ഞങ്ങള് ഫസ്റ്റ് എത്തും, അത് മാത്രം ഞങ്ങള് ഗുഡാ. ഇതാണ് ഞങ്ങളുടെ ക്ലാസ്, ഇതാണ് ഞങ്ങളുടെ ബെഞ്ച്, സ്ഥിര ബെഞ്ച്. റൊട്ടേഷൻ ഓർമ്മ ഉണ്ട് അന്നത്തത്. ഇവിടുന്ന് നമ്മള് കുട്ടികളെ കാണാം. പക്ഷെ കുട്ടികൾ പറഞ്ഞാൽ ചെറിയ മക്കള്. പ്ലേ ഗ്രൗണ്ട്. ബൈ.
ഓക്കെ ഗൈസ്, അപ്പോൾ ക്ലാസ്സിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൊറ പറയും, അല്ലാതെ വേറെ ഒരു പരിപാടിയില്ല. നമുക്ക് ഓരോരുത്തർ വരുമ്പോൾ ഓരോരുത്തരെ കാണിക്കുക. അതാ ജൂനിയർ ഐശ്വര്യനെ വായ നോക്കുന്ന ഐശ്വര്യന്റെ ഫേവറേറ്റ് ജൂനിയർ. ആരാ പേരൊന്നും പറഞ്ഞില്ലല്ലോ. എന്റെ ഫേവറേറ്റ് അല്ല, ജൂനിയറിന്റെ ഫേവറേറ്റ് സീനിയർ. ഓക്കെ ബൈ ഗൈസ്. അപ്പൊ ഞാൻ ഓരോരുത്തരെ വരുമ്പം കാണിച്ചു തരാം. ഓക്കെ ബൈ. ഇന്ന് കോളേജിൽ എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്നാ കേട്ടത് അല്ലേ? എന്തിനി ബ്ലഡ് ഡൊണേഷൻ എന്തോ പരിപാടി. 4 ഹവർ ചെറിയ ഒരു കോളേജ് വ്ലോഗ് ആയിരിക്കും കേട്ടോ. എന്തായാലും എനിക്ക് സന്തോഷം. വേഗം വീട്ടിൽ പോയാൽ കുറച്ച് ഉറങ്ങാം. ഓക്കെ ബൈ. ഞങ്ങൾ വന്നതിന്റെ ശേഷം വന്ന കുട്ടി ഇന്നെന്താ അവളെ മുഖത്തൊരു ഭംഗി. അവന്റെ റിതീഷ് ഞാനൊന്ന് കുളിച്ചു. കുളിക്കില്ല. ഞാൻ കുളിച്ചോണ്ടായിരിക്കും. മുഖത്ത് എന്തോ ഒരു മാറ്റം. ഗൈസ്, ഇതാണ് അവന്തിക രതീഷ്. കുറച്ച് ടോപ്പറാണ്. ടോപ്പറല്ല, ഇപ്രാവശ്യം ടോപ്പറല്ല. ഗൈസ്, ഇങ്ങനെ ഞങ്ങൾ തന്നതിന്റെ ശേഷം ഇവിടെ വരും. ഞങ്ങളാണ് ഫസ്റ്റ്. എന്തായാലും ഞാൻ അടുത്തുള്ളവർ വരും. ഇപ്പം സമയം എത്രയായി? 9:17 9:30ക്കാണ് ക്ലാസ്. ഞങ്ങൾ 3 പേരെ വന്നിട്ടുള്ളൂ. നോട്ട് എന്തോരാ മോളെ എഴുതാനുള്ളത്. നോട്ട് ഞങ്ങളൊന്നും എഴുതില്ല. നോട്ട് എഴുതുന്നില്ല. നോട്ട് എഴുതാതെ എങ്ങനെ എക്സാം പാസ് ആവാൻ ഞങ്ങൾ കാണിച്ചു തരാം. ക്ലാസ് കയറാതെ നോട്ട് ചെയ്തോണ്ട് എങ്ങനെ എക്സാം പാസ് ആവുന്ന കാണിച്ചു. ഞങ്ങളിപ്പോ വന്നിട്ട് ഒരാഴ്ചയായി ക്ലാസ്സിൽ. കറക്റ്റ് ഒരാഴ്ചയില്ലേ? അപ്പോൾ ക്ലാസ്സിലും കയറില്ല, പഠിക്കലും ഇല്ല, ഒന്നും ചെയ്യില്ല. ഞങ്ങൾ പാസ് ആവുന്നുണ്ടല്ലോ, നമുക്ക് അത് മതിയല്ലോ. ഇവിടെ ഓരോ ആൾക്കാര് ഒരാഴ്ച മുന്നേ ബുക്ക് തിന്നിട്ടും നോ, ദിവസം തിന്ന ഇഷ്ടല്ലേ? നമുക്കൊന്നും പറയാൻ പറ്റൂല ആരും. ഓക്കെ ഗൈസ് ബൈ. ഇനി ബാക്കിയുള്ളവരെ വരുമ്പോ കാണിച്ചു തരാം. വേറൊരു കുട്ടി, എന്റെ ബോയ് ഫ്രണ്ട്. ഹായ് ഗൈസ്, മൊത്തത്തിലുള്ള വ്ളോഗിൽ ഇപ്പൊ ഫോളോ ചെയ്യുന്നത് 25 പേരാണ്. ആ 25 പേരിൽ 25 പേരും ക്ലാസ്സിലുള്ളവരാ. കണ്ടോട്ടെ, ക്ലാസ്സിലുള്ളവരും കാണട്ടെ. എല്ലാവർക്കും കാണാനല്ലേ വീഡിയോ അല്ലേ? ക്ലാസ് തുടങ്ങുമ്പോ ഞാൻ എടുക്കുന്നില്ല, പക്ഷെ ക്ലാസ്സിന് മുന്നേ എടുക്കുന്നത് എന്നോട് പറയണ്ട. ആരും എടുക്കൂല. ആ കൂടി ഒരു ലൈവ് പോകും. പറയേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ ബൈ ഗൈസ്. ഈ ക്ലാസ് ബ്രേക്കിന് കാണാം. ഗൈസ്, ഇപ്പൊ ഫസ്റ്റ് അവർ കഴിഞ്ഞു. ഞാൻ ഫോണിൽ ചാർജ് ഇല്ല, കുത്തിടാം. നീ എങ്ങോട്ടാ? എവിടെ പോയാലും എന്റെ ഓക്കെ നമുക്ക് ഇതാണ് സിക്ക് റൂം. അവിടെ വന്ന് എല്ലാരും ഇങ്ങനെ കിടക്കാൻ സൗകര്യമൊക്കെ ഉണ്ട്. ഗൈസ്, ബെല്ലടിച്ച് എന്റെ ഫോണ് അവിടെ കുത്തിയിട്ടത് ക്ലാസ് പഠിക്കുന്ന പെണ്ണ് ഊരിട്ട് എനിക്ക് കൊണ്ടു തന്ന. ഇപ്പൊ നമ്മള് ബ്രേക്കാണ്. ചായ കുടിക്കാൻ പോകാം. പരദൂഷണം പറച്ചിലാണ് ഡെയിലി. ഞാനെന്റെ സൂര്യകാമസാണെന്നൊക്കെ പറഞ്ഞതായിരുന്നു. ഗൈസ്, ഞങ്ങൾക്ക് എന്താണ് പരിപാടിയാണ്, എന്തിന്റെ ബ്ലഡ് ഡൊണേഷന്റെ പരിപാടിയാണ്. അപ്പൊ ഞങ്ങൾ ചായ കുടിച്ച് വരാൻ വിചാരിച്ചു. എന്നോട് പറയാം എന്തിനാ ആളെ കൊണ്ടുവച്ച്? ഞങ്ങൾ ഇവിടെ വണ്ടി വെക്കല്. ലോഡ്സ് ഓഫ് ഡ്രാമ കേട്ടോ. വണ്ടി ആടെ വെക്കല് കേട്ടോ ഞങ്ങൾ. പക്ഷെ ഇന്ന് വണ്ടി ഇവിടെ വെച്ച. ഞങ്ങൾ എന്നും പോകുന്ന ചായക്കടയാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിനെ കൊണ്ട് ഗൈസ്, ഇപ്പൊ നമ്മള് അമൂലേക്ക് പോവാണ്. ഹെൽമെറ്റ് യൂസ് ചെയ്തിട്ട് യാത്ര ചെയ്യുക. ഞങ്ങൾ താഴത്തേക്ക് ആയതിനെ കൊണ്ടാണ്. ഞാൻ ആരെങ്കിലും വീഡിയോ കണ്ടിട്ട് അയച്ചെടുക്കല്ലേ, വീഡിയോ കണ്ടിട്ട് വീട്ടുകാരെന്നെ എന്തെങ്കിലും പറയും. അതിനോണ്ടാണ്, ഞങ്ങൾക്ക് അറിയുന്നതിനെ കൊണ്ടേ. പിന്നെ എന്റെ വീഡിയോ ഐശ്വര്യന്റെ വീട്ടുകാർക്ക് കാണും എന്തായാലും. ടിവിയിലിട്ടാ കാണാ, അതാ കോമഡി. ഗൈസ്, ഞങ്ങൾ അമ്മൂല് കാണിച്ചെത്തിട്ടാ പോയിട്ട് കഴിക്കുന്ന. ഇതാണ് ഞങ്ങൾ വരുന്ന ഷോപ്പ്. ഇവിടെയാണ് ഞങ്ങൾ എപ്പോഴും ചായ കുടിക്കാൻ വരാറ്. ഇവിടുത്തെ ചായ മസ്റ്റ് ട്രൈ. ചായയും കാപ്പിയും ടേസ്റ്റ് ഉണ്ട്. ഇവിടെ മെഷീനാണ്. അയ്യോ, ഇത് വെക്കാൻ പറഞ്ഞ ഞങ്ങളെ ചായ. ഇതെന്താണ്?
സൂപ്പർ ചായ. ഇതന്നെ ഞങ്ങൾ ഡെയിലി ഇവിടുന്ന് കഴിക്കില്ല. അതെ. സംഭവം ഉരുണ്ടടിക്കല്ലേ. ഗൈസ് ഇതാണ് അമ്മോട്. ഇവിടെ ഇവനും ഏട്ടനും ഇവര് രണ്ടുപേരേ ഉള്ളൂ. ഞങ്ങൾക്ക് പിന്നെ ഞങ്ങള് ഒരു കുടുംബ വീട് പോലെ ആയിക്കോളെ. ഗൈസ് ബൈ. ഞങ്ങൾക്ക് ക്ലാസ് പോട്ടെ. എന്ത് പരിപാടിയായിരുന്നു? ബ്ലഡ് ഡൊണേഷൻ. ഗൈസ് എപ്പോഴും നമ്മള് വരുന്ന പോലെ ലേറ്റായി. ചായ കുടിച്ചിട്ട് ഞങ്ങൾ എപ്പം വരാൻ ലേറ്റ് ആവലുണ്ട്. അപ്പൊ വിചാരിച്ചും കേറണ്ടാന്ന്. പ്രയർ തുടങ്ങി ഗൈസ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഇവിടെ എവിടെയെങ്കിലും കുത്തിരിക്കാന്ന്. എവിടെയും പോവാനൊന്നും ആവും തന്നെ അല്ല. ഞങ്ങൾ ഇതായി തിണ്ടിനും പ്രയർ ഇങ്ങോട്ട് കേൾക്കണ്ട്. നമുക്ക് വിട്ടിരിക്കാം. ഓക്കെ ഗൈസ്, കുറച്ചേരം ഇവിടെ ഇരിക്കാം. അതൊക്കെ പറഞ്ഞു. ഗൈസ് ഇന്ന് 2:45 ക്ലാസ് കഴിയും. വീട്ടിൽ പോവാം, എന്നിട്ട് ഉറങ്ങാം. അവിടെ നല്ല കാറ്റുണ്ട് കേട്ടാ അല്ലേ. അവിടെ നിന്ന് ഇതൊക്കെ പരിപാടി നമ്മളിങ്ങനെ തീരെ. ഗൈസ് പിന്നെ ഞങ്ങൾ ക്ലാസ്സിലെത്തി. എനിക്കും ഉണ്ട് ത്രിമൂർത്തികൾ. അങ്ങോട്ട് നിക്ക. എന്തൊരു ചാടിയൊക്കെ ഓക്കെ ഒത്തിപ്പിടിച്ചിരിക്കും. എടാ എനിക്ക് എന്റെ പേരൊന്നും അറിയൂല. എന്റെ പേരറിയില്ല. എന്റെ പേരല്ല എന്നാ ഇതൊന്നും ഇവിടെ വെക്ക്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരട്ടെ. ഡീറ്റെയിൽസ് പറഞ്ഞ ഡീറ്റെയിൽസ് പറ. പൈസ ഗൈസ്. അപ്പൊ നമുക്ക് പത്തിരിയും എന്തോ ഒരു കറി. എന്താ കറിയടി അറിയാം. അമ്മേന്റെ പുതിയ പരീക്ഷണം പരീക്ഷിക്കാനായിട്ട് ഞങ്ങൾ 2 പരീക്ഷണക്കാരൻ. മുട്ട ബട്ടർ ചിക്കന്റെ കറിയിൽ ചിക്കൻ അല്ലാതെ കോഴിമുട്ട. ഓക്കെ ഗൈസ്, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ബട്ടർ കറിയിൽ ചിക്കൻ അല്ല കോഴിമുട്ട. ഗൈസ് ആരതിന്റെ സോയാബീൻ എനിക്കിഷ്ടമാണ്. ഇനി ഈ ക്ലാസ് ബെല്ലടിച്ച ലൈബ്രറിയിലോട്ട് വരാൻ പറഞ്ഞു. നയന, നിങ്ങൾ ലൈബ്രറി പോയോക്കാം ബെല്ലടിച്ചിട്ട്. ഇതൊന്ന് നെക്കവിടെ. ഗൈസ് നയന മിഠായി തന്നത് കാണിച്ചതാ ഗൈസ്. ചെറിയ മിഠായി നയന തന്ന. ഇതിനെക്കാട്ടും ചെറിയ ഇവളെ എഡിറ്റ് ചെയ്യണെങ്കിൽ ഇവൾക്ക് ഒരു ബാറ് മൊത്തം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ കുഴപ്പമില്ല. ഓ കൊറച്ചിടാൻ അതല്ലേ പറഞ്ഞത്. നല്ല സെന്റടി. ആരോ നിന്നെ കടിച്ചു. അയ്യോ ഇതാരോ മിക്സ് കമോൺ. ഞാൻ പിടിച്ചരാം. മിക്സ് ചെയ്യാൻ ഉമ്മച്ചോടുക്ക്. ഉമ്മച്ചോടുത്ത് മിക്സ് എനിക്കൊരു ഷാന. എന്താ ചരിച്ച് കഴിഞ്ഞിട്ടുള്ള ബുക്കിന്റെ പേരാ. ഗൈസ് അപ്പം ഇതേ ഉള്ളൂ. സത്യം പറഞ്ഞാല് ബ്രേക്കാണ്. ബ്രേക്കിന് ഇങ്ങനെ വന്നിരുന്ന് ചോറ പറയും. എന്താ ഞാൻ കാണിച്ചു തരാണ്ടെന്ന് പറഞ്ഞോണ്ട് നോക്ക് ഈ ഫോട്ടോ നോക്ക്. ഈ ലെൻസ് ഫേക്കാ, ഐലൈനർ ഫേക്കാ. നമ്മൾ ലൈബ്രറിയിലോട്ട് പോവാണ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ.
ഞാനും നയനയും ഉണ്ട്. യെസ് യെസ്. സേവ് വെച്ചിട്ട് ഇതാ ഗൈസ് അപ്പൊ നമ്മള് പണി കഴിഞ്ഞു. നമ്മള് പണി കഴിച്ച് ആര് പണി കഴിച്ചു? ഞാൻ ഇടും. ഇവൾക്ക് എന്നെ ഇഷ്ടാണ്. ഇവളും ഞാനും തമ്മിൽ ബന്ധമുണ്ട്. പക്ഷെ ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങളത് ഇത്ര പരിപാടി കഴിഞ്ഞു, എഡിറ്റിംഗ് കഴിഞ്ഞു. ഇപ്പൊ ബെല്ലടിക്കും, ടിങ് 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 ടിങ്. ഓക്കെ ബൈ. ഇനി ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ നമ്മളെ ക്ലാസ് കഴിഞ്ഞു, ഇനി പോരെ പോവാ. 2:45 കഴിഞ്ഞ്. ഇതെന്താണ് ഞാൻ അല്ലാത്തനെ കൊണ്ട് ഇവിടെ മാറ്റിയിരുത്തി. ഞാൻ നിന്റെ ബാഗ് ഉന്തിട്ടോ. കള്ളത്രേ പറയുള്ളൂ ഗൈസ്. എന്തൊരു കഷ്ട ക്ലാസ്സിനെപ്പോ അങ്ങനെ പറഞ്ഞല്ലേ. ഷാനേന്റെ മുഖത്ത് നോക്കി. ഷാനക്ക് എന്തോ വിഷമുണ്ട്, എന്തോ ഒരു സങ്കടം ഉണ്ട് എന്റെ മോളെ മുഖത്ത്. ഇപ്പില്ലേ വെളുത്തിക്കുന്നോ? വെളുപ്പിക്കാം. വെയിറ്റോ. ഓ നയന എനിക്ക് മുട്ടായി തരാ പറഞ്ഞിട്ട് അത് മേടിച്ചിട്ടേ ഞാൻ പോകുള്ളൂ. അതിന് നമ്മള് തീർത്തത്. നയനക്ക് ഇങ്ങനെ പറയാം നമ്മള് തീർത്തത്. ഓക്കെ ബൈ. പാട്ടൊക്കെ പാടുന്ന ദൂക്ക് മുടിയൊക്കെ ചപ്പറി പോലെ ആയേ. ബൈ ബൈ. അപ്പൊ ഗൈസ് എൻ്റെ വീഡിയോ പിന്നെ കോളേജിൽ നിന്ന് ഒന്നും എടുക്കാൻ പറ്റില്ല, വേഗം കൊണ്ട് പോകുന്നു. ഭയങ്കര ചെറുതായിപ്പോയോ എന്നൊക്കെയൊരു സംശയം. കാരണം ഞാൻ ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല, ഫസ്റ്റ് അവർ മാത്രമേ ഇരുന്നുള്ളൂ. പിന്നെ ഓരോ പരിപാടിയായിട്ട് ഇതായി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഞാൻ വീട്ടിലെത്തി. അപ്പം ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ബൈ ഗൈസ്.